നമസ്കാരം. പശ്ചിമബംഗാൾ പോലീസിന് ഇപ്പോൾ പണിയോട് പണിയാണ്. നേരത്തെ വലിയ പണിയൊന്നുമില്ലായിരുന്നു. പരാതിയുമായിട്ട് ആൾക്കാരൊന്നും വരില്ലായിരുന്നു. കാരണം വന്ന ആൾക്കാരെയാണ് ശിക്ഷിച്ച് തിരിച്ചയക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, പണിയെടുത്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു പണിയെക്കുറിച്ചാണ് ഈ വാർത്ത. പശ്ചിമബംഗാളിലെ പോലീസ് ഈ ബോൺഗാവ് മുനിസിപ്പാലിറ്റിയിലെ 22-ാം വാർഡിലെ TMCയുടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു, സുകുമാർ റോയ്. ഈ സുകുമാർ റോയ്ക്ക് ഒരു വലിയ വിനോദമുണ്ട്. ഒന്ന് സെക്സ് റാക്കറ്റ് നടത്തുക, മറ്റൊന്ന് വ്യാജരേഖ ചമയ്ക്കൽ. ഈ രണ്ട് വിനോദത്തിൻ്റെയും പേരിൽ തെളിവോടുകൂടി ഇന്ന് കയ്യോടെ ഇയാളുടെ കേന്ദ്രത്തിൽ നിന്ന് പോലീസ് പിടികൂടി കൊണ്ടുപോയി. ഇയാൾ പാവപ്പെട്ട സ്ത്രീകളെ, നേരത്തെ തന്നെ നമ്മൾ ഈ TMCയുടെ ഗുണ്ടകളുടെ ചില രീതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ TMC നേതാവെന്ന് പറയുന്നെങ്കിലും TMC ഗുണ്ട തന്നെയാണ്. ഇയാൾ ഉൾപ്പെടെയുള്ള പല ആൾക്കാരുടെയും ഒരു പ്രത്യേക വിനോദം എന്ന് പറയുന്നത് ശൗചാലയത്തിലേക്ക് പോകുന്ന സ്ത്രീകളെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് പോയി അവിടുത്തെ ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കുക, മറ്റാൾക്കാരെ ഈ ബ്രോത്തലിലേക്ക്, ഇവർ ആരെ ഇഷ്ടപ്പെടുന്നു അവരെ കൊണ്ടുപോവുക, ഇത്തരം ബ്രോത്തൽ സംവിധാനങ്ങളിൽ വയ്ക്കുക. അതോടൊപ്പം തന്നെ ചില സ്ത്രീകളെ കടത്തിക്കൊണ്ടുവരിക, മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരുന്നു. TMCയുടെ ഭരണസമയത്ത് ഇതൊക്കെ യഥേഷ്ടം ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ കാരണം പോലീസും ഇവരുടെ രീതിക്കൊപ്പം നിന്നേ മതിയാവുള്ളൂ. TMCക്ക് എതിർത്തുകൊണ്ട് അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. അങ്ങനെ പോലീസ് ഒരു രണ്ടും കെട്ട പരുവത്തിലേക്ക് മാറി. പോലീസിന് ഒന്നും ചെയ്യേണ്ട, ഒന്നും ചെയ്യാതെ തന്നെ അവിടെ നിലനിൽക്കാം എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഷെയ്ഖ് ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വാർത്തകൾ തത്വമയി തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഷെയ്ഖ് ഷാജഹാനും ഇതേ തരത്തിൽ തന്നെ ഈ നോർത്ത് 24 പർഗണയിൽ അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, പീഡിപ്പിക്കുക, അവിടുത്തെ പുരുഷന്മാരെ കൊല്ലുക. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം 29ഓളം കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. മാത്രം 12ഓളം സ്ത്രീപീഡനങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തത് മാത്രമാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയോ അധികം ഉണ്ടായിരുന്നു. 60%-ലേറെ റിപ്പോർട്ട് ചെയ്യാത്ത കേസുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മമതയുടെ സർക്കാരിൻ്റെ കീഴിൽ ഇവർക്കെല്ലാവർക്കും തന്നെ ഈ ക്രിമിനലുകൾക്ക് ഈ ഗുണ്ടാരാജിന് കീഴിൽ വളരെ വലിയ സ്വാധീനത്തോടു കൂടി വിഹരിക്കാമായിരുന്നു. നേരത്തെ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ ഉണ്ടായിരുന്ന സമാനമായ രീതിയിൽ, അതിലും ക്രൂരമായി. അവിടെ ഭീകരവാദികളൊന്നും വലുതായിട്ടില്ലായിരുന്നു. ഇവിടെ ഭീകരവാദികളാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. നുഴഞ്ഞു കയറി വന്ന ബംഗ്ലാദേശി ഭീകരവാദികൾക്ക് എല്ലാ ചെലവും കൊടുത്തുകൊണ്ട് ഹിന്ദു പീഡനങ്ങൾക്ക് വേണ്ടിയിട്ടും ഹിന്ദുക്കളെ കൊല്ലുവാനും വേണ്ടിയിട്ടും മമത അങ്ങ് പറഞ്ഞയക്കുകയായിരുന്നു. ഇതേപോലെ ചില ഹിന്ദുക്കളും ഈ തരത്തിൽ, ഈ കൗൺസിലർമാരെ പോലുള്ള ചില ഹിന്ദുക്കളും ഈ തരത്തിലുള്ള TMCയുടെ പ്രവർത്തനങ്ങളിൽ ഈ തരത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു. അതിന് മറ്റാരും തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നില്ല. മമത പോലും അതൊന്നും ചോദ്യം ചെയ്തില്ല. കാരണം മമത ഇവർക്ക് പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. കാരണം മമതയുടെ കാര്യങ്ങൾ യഥേഷ്ടം നടന്നു പോകണമെങ്കിൽ, അഭിഷേക് ബാനർജിയുടെ ഒക്കെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ഇവരെ ഒന്നും പിണക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഓടിച്ചുകൊണ്ടേയിരുന്നപ്പോഴാണ് ജനം ഇളകി വന്നുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 91.38% ആദ്യഘട്ടത്തിലും 92.6% വോട്ട് രണ്ടാം ഘട്ടത്തിലും രേഖപ്പെടുത്തിക്കൊണ്ട് മമതയെ തൂത്തെറിഞ്ഞത്. കേരളത്തിൽ നിന്നടക്കം അവിടെ വോട്ട് ചെയ്യുവാനുള്ള ഒരു അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിയതോടനെ ലക്ഷക്കണക്കിന് ഇവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ബംഗാളികളാണ് വോട്ട് ചെയ്യുവാൻ വേണ്ടി ബംഗാളിലേക്ക് പോയത്. അവരെല്ലാവരും തന്നെ മമതയ്ക്കെതിരെ മറിച്ചു കുത്തുകയും 34% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ പോലും അവിടെ BJPയെ തിരഞ്ഞെടുക്കുകയുമായിരുന്നു. ഹിന്ദുക്കൾ വോട്ട് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് NDAക്കാണ് വോട്ട് ചെയ്തത്. അത്തരത്തിലൊരു വലിയ ഭരണമാറ്റം, വലിയ രീതിയിലുള്ളൊരു മാൻഡേറ്റാണ് NDAക്ക് ലഭിച്ചത്. NDAക്ക് വിജയം ലഭിച്ചതിന് ശേഷവും മമത അധികാര കൈമാറ്റത്തിന് തയ്യാറായില്ല, അവിടെ കടിച്ചു തൂങ്ങിക്കിടന്നു. ആ മമതയ്ക്ക് വേണ്ടി ഇപ്പോഴും ബംഗ്ലാദേശികളാണ് ശബ്ദമുയർത്തുന്നത്. കാരണം അവർക്കാണ് കൂടുതൽ കൂറ്. നുഴഞ്ഞു കയറി വരുന്ന അവർക്ക് 6 മാസത്തിനകം തിരിച്ചറിയൽ കാർഡും മറ്റ് രേഖകളും എല്ലാം കൊടുത്തുകൊണ്ട് അവരെ സേഫ് ആക്കുന്നത് മമതയായിരുന്നു. SIR കൊണ്ടുവന്നപ്പോൾ പോലും മമത വലിയ പ്രക്ഷോഭങ്ങളാണ് നടത്തിയത്. നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കുവാനൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിരാഹാരം കിടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലങ്ങൾ നടത്തി. മാത്രമോ ഈ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നപ്പോൾ ഐപാക്കിൻ്റെ ഓഫീസിൽ നേരിട്ട് പോയി ചെന്ന ED ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മമത അവിടെ വീണ്ടും അധികാരത്തിൽ വരാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. വേദിയിൽ വച്ചിട്ട് പോലും ജനങ്ങളെ ഭീഷണിപ്പെടുത്തി, ഇൻഷാ അല്ലാഹ് നിങ്ങൾ TMCക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ജനം പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കി അവിടെ നിന്ന്. പക്ഷേ അതൊന്നും ജനം കൈക്കൊണ്ടില്ല. ഒന്നടങ്കം ജനം ഇളകി വന്ന മമതയ്ക്കെതിരെ വോട്ട് ചെയ്ത് അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. മമത നടത്തിയ ഓരോ ഭീകരവാദ പ്രവർത്തനങ്ങളും മമതയ്ക്ക് 2007-8 കാലഘട്ടത്തിൽ നന്ദിഗ്രാം വിഷയവുമായി ബന്ധപ്പെട്ട് പോലും മമതയ്ക്ക് പങ്കുണ്ടായിരുന്നു. അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇതിനിടയിൽ പോലും മമത കുത്തി തിരുകുവാൻ ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. 2011 മമത അധികാരത്തിൽ വരുമ്പോൾ പോലും
ജമാഅത്തെ മുജാഹിദീൻ ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ് എന്നൊരു സംഘടനയുമായി ഭീകരവാദ സംഘടനയുമായി മമതയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് മമത മുന്നോട്ട് പോയത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭരണ മാറ്റത്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. മമതയെ അങ്ങനെ ജനങ്ങൾ പുറത്താക്കുകയായിരുന്നു. ഇപ്പോഴും അവിടുത്തെ ഭീകരവാദികൾ മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഇതൊന്നും ഇനി നടപ്പിലാകുവാൻ പോകുന്നില്ല. അവിടെ NDA സർക്കാർ അധികാരത്തിൽ കയറി വലിയ മാറ്റങ്ങളാണ് പോലീസ് സംവിധാനത്തിൽ പ്രത്യേകിച്ചും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. RG കൗർ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ പീഡിപ്പിച്ച പ്രതികൾക്ക് വേണ്ടി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ കൊടുത്തു. അങ്ങനെ പോലീസ് സംവിധാനം അടിമുടി പുതുക്കിപ്പണിതു. ഓരോരോ മാറ്റങ്ങളായിട്ട് അവിടെ അനധികൃതമായി എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, മുസ്ലിം സംവരണം കൊണ്ടുവന്നു. 75ഓളം മുസ്ലിം ജാതികൾക്ക് അനാവശ്യമായ സംവരണം കൊടുത്തു. അങ്ങനെ അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകളെ നീക്കം ചെയ്തു. അങ്ങനെ എല്ലാ തരത്തിലും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പശ്ചിമ ബംഗാൾ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.